ഇത്രയും ക്രിസ്പിയായ കുഴലപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. എൻ്റെ വല്യമ്മയുടെ ആ രഹസ്യക്കൂട്ട് അറിയണമെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണും. അടിപൊളി ടേസ്റ്റുള്ള ഒരു കുഴലപ്പമാണ് കേട്ടോ. അപ്പോൾ ഈ അടിപൊളി കുഴലപ്പം എങ്ങനെ ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. ഒരു ഗ്ലാസ് പൊടിയെടുത്ത അതിൻ്റെ ഇരട്ടിയാണ് നമ്മൾ വെള്ളം എടുക്കേണ്ടത്. ഇവിടെയാണ് എൻ്റെ വല്യമ്മ പറഞ്ഞു തന്നത്, നമ്മൾ വെള്ളത്തിന് പകരം ഇവിടെ തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. തേങ്ങ അരമുറി ചിരകിയത്, 1 കപ്പ് അരിപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി 2, 3, 4, 5 ചുള, 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടീസ്പൂണ് എള്ള്, 2, 3, 4, 5 ചുള ചെറിയ ഉള്ളി. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ ചിരകി വെച്ച അരമുറി തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി 2, 3, 4, 5 വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ കൊച്ചുള്ളി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ജീരകം 1 ടീസ്പൂണാണ്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ക്രഷ് ചെയ്തെടുക്കുക, നല്ലവണ്ണം അരച്ചെടുക്കുക. ഇനി നമ്മുടെ തേങ്ങാപ്പാൽ അടി ചുവട് കട്ടിയുള്ള ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് പൊടിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നിരിക്കുന്നത്. ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന കൂട്ട് നമ്മുടെ തേങ്ങാപ്പാലിലിട്ട് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ടെ. 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊക്കെ നല്ലവണ്ണം ഒന്ന് പൊടി നല്ലവണ്ണം തിളച്ച് വരണം കണ്ടോ. ഇങ്ങനെ ബബിൾസ് വന്ന് നല്ലവണ്ണം തിളച്ച് വരണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ പൊടി വേവുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മുടെ അരിപ്പൊടി ഇട്ട് നല്ലവണ്ണം കുഴച്ച് സെറ്റാക്കി കൊടുക്കുക. നല്ലവണ്ണം എല്ലായിടത്തും ഇങ്ങനെ പൊടിയൊന്നും ഇല്ലാതെ ഇതാക്കി കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് ഓയിലാണ് പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. 2 ടേബിൾ സ്പൂണ് എള്ളും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടി കൂട്ടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ചൂട് കുറയുമ്പോൾ കൈകൊണ്ട് നന്നായി കുഴച്ച് ഒരു നല്ല മൃദുവായ മാവാക്കി മാറ്റുക. പത്തിരിക്കും ഇടിയപ്പത്തിനും മാവ് കുഴക്കുന്നത് പോലെ. മാവ് ഒട്ടും കട്ടിയാവരുത്, എന്നാൽ ഒട്ടിപ്പിടിക്കാനും പാടില്ല കേട്ടോ. മാവിൽ നിന്ന് ഒരു ചെറിയ നാരങ്ങയുടെ വലിപ്പത്തിലുള്ള ഉരുളകൾ ഉണ്ടാക്കുക. അത് ഒരു പത്തിരി പ്രസ്സിൽ വെച്ച് പരത്തിയെടുക്കാം. നമ്മുടെ പ്രസ്സിൽ മാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി എണ്ണ പ്രസ്സിൽ പുരട്ടിയാൽ മതി കേട്ടോ. ഇതുപോലെ എന്നിട്ട് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ റോൾ ചെയ്ത് നമുക്ക് കണ്ടില്ലേ നല്ല പെർഫെക്റ്റായ കുഴലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ ഉള്ളിതൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ നമ്മളൊന്ന് കൈയിട്ടിട്ട് ഭാഗമൊക്കെ ഒന്ന് ഇങ്ങനെ പതുക്കെ ഞെക്കിയിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ എണ്ണയിലിടുമ്പോൾ വിട്ടു പോരും. ഇനി ഇതുപോലെ നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. കുറഞ്ഞ തീയിൽ വറുത്തെടുക്കാൻ കട്ടി കൂടും. കൂടിയ തീയിൽ വറുത്തെടുക്കാൻ നോക്കിയാൽ അത് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മൾ വറുത്തെടുക്കാൻ. ഇതുപോലെ നമ്മുടെ കുഴലപ്പമെല്ലാം വറുത്തെടുത്ത് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ കുഴലപ്പം അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ക്രിസ്പിനെസ്സിൻ്റെ സൗണ്ട് ഒന്ന് നിങ്ങൾ കേട്ട് നോക്ക്. സൂപ്പറായിട്ട് പെർഫെക്റ്റായിട്ട് അടിപൊളിയായിട്ടാണ് നമ്മുടെ കുഴലപ്പം കിട്ടിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കുറച്ച് ടിപ്പുകൾ വല്യമ്മ പറഞ്ഞു തരാം കേട്ടോ. ഒന്നാമത്തേത് വല്യമ്മ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാവ് ഒരുപാട് നേരത്തേക്ക് നമ്മൾ കൂട്ടി വെക്കരുത്. മാവ് കുഴച്ച ഉടൻ തന്നെ പത്തിരി വറുത്തെടുക്കുന്നതാണ് കുഴലപ്പം കറുത്തു പോകാതിരിക്കാൻ നല്ലത് കേട്ടോ. മാവ് കുഴക്കാൻ നല്ല തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കുക. അത് കുഴലപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് നൽകും. എന്നാൽ വറുക്കുമ്പോൾ ക്രിസ്പി ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ഉള്ളിയും വെളുത്തുള്ളിയും നല്ലൊരു അളവിൽ ചേർക്കുന്നത് കുഴലപ്പത്തിന് പ്രത്യേക രുചിയും മണവും നൽകും. അത് ഒട്ടും നിങ്ങൾ കുറക്കരുത് കേട്ടോ. ഇത്രയൊക്കെയാണ് വല്യമ്മ കുഴലപ്പം ഉണ്ടാക്കുമ്പോൾ ചെയ്യുന്ന ടിപ്പുകൾ. തീർച്ചയായും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണേ.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.